ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കീം പരീക്ഷ നിങ്ങൾക്ക് പലർക്കും ഡേറ്റുകൾ വന്നു കഴിഞ്ഞു. ചിലർക്ക് 19-ാം തീയതിയാണ് തുടങ്ങുന്നത്, ചിലർക്ക് 17-ാം തീയതി തന്നെ തുടങ്ങുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ട് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതിലൊന്നാമത്തേത്, 7 ദിവസം കൊണ്ട് എങ്ങനെ കീം നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവിഷൻ എന്ന് പറയുന്നത് പുതിയ ടോപ്പിക്സ് ഒക്കെ എല്ലാം പഠിച്ച് തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് കൃത്യമായിട്ട് PVQ അനലൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ട് ഒരു ഫൈനൽ റിവിഷൻ പോലെ, അതായത് എല്ലാം പഠിച്ച് ഫോക്കസ് ഏരിയ കണ്ടുപിടിച്ച് എങ്ങനെ കൃത്യമായിട്ട് കീമിന് നല്ലൊരു സ്കോർ നേടാം എന്നതിൻ്റെ അടങ്ങുന്ന കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേണ്ടവരെല്ലാവരും തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ആഴ്ച അകത്ത് മാത്രമേ സമയമുള്ളൂ. അപ്പോൾ ഈ അവസാനവട്ട സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാമെന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് തരാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, നിങ്ങൾ ഏത് വിഷയമാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, ഏതൊക്കെ കോളേജുകളിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരാളൊരു ബസ്സിൽ കയറുമ്പോൾ ജസ്റ്റ് ബോർഡ് നോക്കിയിട്ട് ജംഗ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ടാണ് കയറുന്നത്, അല്ലാതെ കയറിയിട്ടല്ല ഇവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കീം എക്സാം ഹാളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ഏതൊക്കെ കോളേജുകളിലാണ് പഠിക്കാൻ ആഗ്രഹം, ഒരു 10 ലിസ്റ്റ് ഉണ്ടാക്കുക. ആ 10 ലിസ്റ്റിലെയും കോളേജുകളിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ റാങ്ക് നോക്കുക. ആ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്തവണ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് മേടിക്കണം എന്ന് ഇതിൻ്റെ എല്ലാ ഫയൽസ് ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ഒരു ക്ലിയർ വിഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ എക്സാം ഹാളിൽ പോകുമ്പോൾ തന്നെ ഒന്ന് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് റിവൈസ് ചെയ്തിട്ടുണ്ട്. 2, ഈ പറയുന്ന ഡേറ്റ എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് മേടിക്കണം, അതിന് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, എത്ര സമയത്തിനുള്ളിൽ തീർക്കണം, ഒരു ക്ലാരിറ്റി ഉണ്ടാകും. അതില്ല എങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത് ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് പണി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങളുടെ നല്ല മാർക്കുകൾക്കും റാങ്കിനും വേണ്ടിയാണ്. ചെയ്തു നോക്കുക. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.